അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകം നടന്നു. അയോധ്യയിൽ വൻ ഭക്തജനത്തിരക്കാണ്. വിപുലമായ ആഘോഷ പരിപാടികളാണ് ക്ഷേത്രം ട്രസ്റ്റ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 3 ദിവസം ശ്രീരാമരാഗ് സേവ നടക്കും. ശ്രീകോവിലിന് സമീപമുള്ള മണ്ഡപത്തിൽ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. അയോധ്യാപുരി അങ്ങേയറ്റം ആവേശത്തിമിർപ്പിലാണ്. രാംലല്ല എത്തിയതിൻ്റെ 1-ാം വാർഷികമാണ് ഇന്ന്. എങ്ങനെയാണ് അയോധ്യ നിവാസികൾ അവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്? ഒപ്പം ഭക്തജനങ്ങളുടെ വലിയൊരു ഒഴുക്ക് അങ്ങോട്ടേക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. നിലിമ, സരയൂ നദിക്കരയിൽ വീണ്ടും ഒരു ഉത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുടെ 1-ാം വാർഷികത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് അയോധ്യയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിനായി വലിയ ഭക്തജന തിരക്ക് അയോധ്യ ക്ഷേത്ര നഗരിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ അയോധ്യയിൽ പ്രത്യേക പൂജാ ചടങ്ങുകൾ, രാംലല്ലയുടെ വിഗ്രഹത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടെ പ്രത്യേക അഭിഷേകവും ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി, ഒപ്പം പ്രാണപ്രതിഷ്ഠ നടന്നതിൻ്റെ 1-ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടും നടന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ, ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള സദസ്സിൽ പ്രത്യേക കലാപരിപാടികൾ, രാമരാഗ് സേവ, കൂടാതെ അയോധ്യ ക്ഷേത്ര നഗരിയിൽ വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികളും കലാപരിപാടികളും, അത്തരത്തിലൊരു വീണ്ടും ഒരു ഉത്സവത്തിന് അയോധ്യ സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം അത്രയധികം വലിയ സന്തോഷമാണ് അയോധ്യ നിവാസികൾക്ക് മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹത്തിനും അയോധ്യയിൽ ഉയർന്നിട്ടുള്ള രാമക്ഷേത്രത്തിലും ഒപ്പം ആ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലും മുൻപേ വന്നു ചേർന്നിട്ടുള്ളത്. അതിൻ്റെ സന്തോഷം 1-ാം വാർഷികത്തിലും ഇനിയുള്ള വർഷങ്ങളിലുമെല്ലാം, കാലം എത്ര കഴിഞ്ഞാലും അതിൻ്റെ ആ സന്തോഷവും ആഹ്ലാദവും ഉത്സവവും എന്നും നിലനിൽക്കും എന്നുള്ളതാണ് രാമജന്മഭൂമിയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെയും ആ ക്ഷേത്രത്തെയും നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഹൈന്ദവ സമൂഹം കഴിഞ്ഞ 5000-ഓളം വർഷങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത്. ആ പ്രാണപ്രതിഷ്ഠ നടന്നതിൻ്റെ 1-ാം വാർഷിക ആഘോഷങ്ങളാണ് ഇപ്പോൾ രാമജന്മഭൂമിയിൽ നടക്കുന്നത്. വലിയ ഭക്തജന തിരക്ക് അയോധ്യയിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേക പൂജകൾ നടക്കുന്നു. രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകവും നടന്നു. നിലിമ, ആവേശത്തിലാണ് അയോധ്യ. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ പങ്കുവച്ചത്. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ വാർഷികാഘോഷത്തിൽ ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും മഹത്തായ പൈതൃകമെന്ന് മോദി അയോധ്യ ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ ത്യാഗത്തിന് ശേഷമാണ് ക്ഷേത്രം പടുത്തുയർത്തിയത്. വികസിത ഭാരതത്തിലേക്കുള്ള കുതിപ്പിൽ രാമക്ഷേത്രം പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു.